ഞാൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. കുഴപ്പമില്ല, ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അഭിപ്രായം. നല്ലൊരു ഫാമിലി ത്രില്ലറാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണണം. എങ്കിൽ പോലും ഇനിയുള്ള ഷോകൾ കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് വരുന്ന റെസ്പോൺസാണ്, മൗത്ത് പബ്ലിസിറ്റിയാണ് സത്യം പറഞ്ഞാൽ സിനിമയെ വലിയ വിജയത്തിലേക്ക് എത്തും. അങ്ങനെ മാറാൻ ഈ LLB എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. സിനിമ കണ്ടിറങ്ങുമ്പോൾ ആളുകൾക്ക് ഉള്ളിൽ കൊടുക്കുന്ന ഒരു ഇമോഷനുണ്ട്. ഇമോഷനൊക്കെ 100% വർക്കായി എന്നാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അത് ഓഡിയൻസിനും അത് അങ്ങനെ തന്നെയാണ് എങ്കിൽ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകും. ഞങ്ങളത് എക്സ്പെക്ട് ചെയ്യും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സംരംഭവും കൂടിയാണല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഓഫീസർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ അഭിനയിക്കുന്നത്. അപ്പോൾ പുള്ളി ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് സിനിമ ഡയറക്ടർ ഷൂട്ട് ചെയ്യുമ്പോഴും പുള്ളിയെ കാണാനായിട്ട് പുള്ളിയുടെ കുറേ കൊളീഗ്സൊക്കെ വരും. ഇപ്പോൾ നമ്മൾ മഹാറാണി ചെയ്യുമ്പോഴും കുറുക്കൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹൃദയം ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ ഫ്രണ്ട്സ് വരും. ഇപ്പോൾ LLB ചെയ്യുന്ന സമയത്ത് കൂടുതലും വന്നിട്ടുള്ളത് പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു. പല പൊസിഷനിലുള്ള ഓഫീസേഴ്സ് വരിക, അവരുമായിട്ട് മീറ്റ് ചെയ്യുക, ഒരുപാട് പേരായിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റി. അത് ഒരുപാട് പേർക്ക് നല്ലൊരു കോൺടാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് മാറി ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലായിരുന്നത്. നല്ലൊരു സിനിമ. ചെറുപ്പക്കാർക്കൊക്കെ ഗുണപാഠങ്ങളുണ്ട്. പല കാര്യങ്ങളും മനസ്സിലാക്കുകയും ചതിക്കുഴിയിലൊക്കെ പെടാതെ സൂക്ഷിക്കാൻ പറ്റിയ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗുണപാഠങ്ങൾ. നല്ല സിനിമയാണ്. എല്ലാവരും കാണണം. എന്താ പറയുക, ഞങ്ങളുടെ പാട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓഡിയൻസാണ് തീരുമാനിക്കുന്നത്. സിനിമ നൽകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? സിനിമ നൽകുന്ന ഒരു മെസ്സേജ് തീർച്ചയായിട്ടും എന്താ പറയുക, ലൈഫ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എൻജോയ്മെൻറ്റ്, ത്രില്ലറാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. കേസ് അന്വേഷണവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വാസം. എല്ലാവരും കണ്ടുപോകണം. സിനിമ വിജയിപ്പിക്കണം. താങ്ക് യു. ത്രില്ലറല്ല. ത്രില്ലറിനെക്കാട്ടി കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഒരു നടക്കുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. അതാണ് മെയിനായിട്ട് അവർ പുഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു ട്രാജഡി, അങ്ങനെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് സിനിമ. അതായത് നമ്മൾ സിനിമ കണ്ടാലാണ് അതിൻ്റെ ഒരു ഫീലിലേക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കും വേറെ ഏത് പോസിഷനിലേക്കൊക്കെ പോകുന്നു. പക്ഷേ നല്ലൊരു ടിസ്റ്റായിരുന്നു എല്ലാം. അതെ, താങ്ക് യു. സർക്കാസ്റ്റിക് വർക്കാണ്. നമ്മുടെ കുപ്പി, ബാസി എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. തീരാത്ത നന്ദി. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് താങ്ക്സ് ടു നമ്മുടെ ഡയറക്ടർ സാറിന് താങ്ക്സ് പറയുന്നു. നിങ്ങളെല്ലാവരും സിനിമ കാണണം. താങ്ക് യു. പ്രേക്ഷകർക്ക് ഇപ്പോൾ നടക്കുന്ന കുറച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ സംഭവിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു തെറ്റിദ്ധാരണയാണ് ഈ സിനിമയുടെ ഒരു വലിയൊരു കണ്ടൻറ്റ്. ഞാൻ ഫുള്ള് പറയുന്നില്ല, അതിൻ്റെ സസ്പെൻസൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ഇടപാടുകളിൽ ഉള്ളൊരു ഒരു ലൈഫ് ചേഞ്ചിങ് ആണ്. ഈ 3 യുവാക്കൾക്ക് പറ്റുന്നൊരു ഇൻസിഡൻ്റ് ആണ് സിനിമ സംസാരിക്കുന്നത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ കാണണം. താങ്ക് യു.